ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിനകത്ത് നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ആ പോലീസ് സി ആണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള വീട്ടിൽ പോയിട്ട് അയാളുടെ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കാണ്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ ഗംഗപ്രസാദ് മതിലിന്റെ സൈഡിൽ നിന്നിട്ട് ആ ഓഡിറ്റോറിയത്തിന്റെ പിന്നാമ്പുറത്തേക്ക് മതിൽ ചാടി പോകുന്ന ഭാഗം കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനുശേഷം ആ CA ചോദിക്കുന്നുണ്ട്, അല്ല ഈ പിന്നാമ്പുറത്തുള്ള ഈ ഭാഗം മാത്രമേ CCTV കിട്ടുള്ളൂ, വേറെ എന്തെങ്കിലും ഉൾവശത്തുള്ള എന്തെങ്കിലും സംഭവം കിട്ടോ എന്ന് ചോദിക്കുമ്പോ അയാൾ പറയുന്നുണ്ട്, ഇല്ല സർ, ആകെ ഇവിടെ നമ്മുടെ വീട്ടിൽ മുമ്പിൽ മാത്രമേ ക്യാമറ വെച്ചിട്ടുള്ളൂ. അപ്പൊ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഓഡിറ്റോറിയത്തിന്റെ പിന്നാമ്പുറത്തുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് സർ. അപ്പൊ എന്തായാലും ഗംഗ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നിട്ടുണ്ട് അല്ലെ? കടന്നിട്ടുണ്ട് സർ. പക്ഷെ തിരിച്ചവൻ പോണതും കാണിക്കുന്നില്ല. അത് കാണുന്നില്ല സർ. ശരി, അപ്പോ സഹകരിച്ചതിന് നന്ദി എന്ന് CA പറയുമ്പോ ആ പുള്ളിക്കാരൻ ചോദിക്കണ്ടേ, അല്ല സർ, ഈ ഗംഗപ്രസാദ് പറഞ്ഞ ആള് ഒരു പിടികിട്ടാപ്പുള്ളിയല്ലേ? അയാളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ കയ്യും കാലൊക്ക ഒരു മരവിപ്പാണ്. എനിക്ക് മാത്രമല്ല കേട്ടോ, കേരളത്തിലെ മിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. അത്രമാത്രം കൊടും കുറ്റവാളിയാണല്ലോ. അപ്പൊ ഇയാള് ചത്താലും മരിച്ചാലും അങ്ങനെ അന്വേഷണമൊക്കെ ആവശ്യമുണ്ടോ സർ? അവൻ മരിച്ചത് നല്ലാന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളില്ലേ എന്ന് ആ സാധാരണക്കാരൻ ചോദിക്കുമ്പോ CA പറയണ്ടോ, താൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഗംഗപ്രസാദ് മരിക്കേണ്ട അവൻ തന്നെയാണ്. പക്ഷേ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. അവനെ കൊല്ലേണ്ടത് നിയമമാണ്, അല്ലാതെ വേറെ ആർക്കായിരുന്നല്ല. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ അവരും കൊലയാളി തന്നെയാണ്. അപ്പൊ സഹകരിച്ചതിന് നന്ദി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് CA അവിടെ നിന്ന് പോകുകയാണ്. അതിനുശേഷം അയാൾ നേരെ പോണത് നമ്മുടെ കിരണിന്റെയും കല്യാണിന്റെയും വീട്ടിലേക്കാട്ടോ. അതെ, പിന്നീട് കാണിക്കുന്നത് സ്റ്റെഫീനെയാണ്. സ്റ്റെഫി തന്റെ കൂട്ടാളിരത്ത് പറയുന്നുണ്ട്, ആ CA കറക്റ്റ് നല്ല രീതിയിൽ തന്നെയാണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിനക്ക് എങ്ങനെ അറിയാം? ചെറിയ അന്വേഷണമൊക്കെ ഞാനും നടത്തുന്നുണ്ട്. അയാള് കിരണിന്റെയും കല്യാണിന്റെ വീട്ടിലേക്ക് ഇടക്കും തലക്കും പോകുന്നൊക്കെ ഉണ്ട് എന്ന് ആ ഒരു സ്റ്റെഫി പറയുമ്പോഴേക്കും ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, സ്റ്റെഫി നീ ഒന്നും വിചാരിക്കരുത് ചോദിക്കുന്നുണ്ട്. ഗംഗപ്രസാദ് ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടുണ്ട്, തിരിച്ചയാള് പോയിട്ടില്ല. അപ്പൊ അതിനർത്ഥം അവൻ എന്തോ സംഭവിച്ചു എന്നല്ലേ? എനിക്ക് അവൻ ജീവനുണ്ടെന്ന് തോന്നുന്നില്ല സ്റ്റെഫി. അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ ഏതെങ്കിലും ഫോൺ, ആരുടെയെങ്കിലും ഫോൺ മൂക്കടിച്ച് പരുത്തിട്ടാണെങ്കിലും ഫോൺ ഉപയോഗിച്ച് ഞങ്ങളെ വിളിച്ചാനെ. ഇത് അവൻ വിളിച്ചിട്ടില്ല. അപ്പൊ അവൻ മരിക്കാനല്ലേ ചാൻസ്. എടാ, നിങ്ങൾ അങ്ങനെ പറയല്ലേ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. എനിക്കിനി പരോള് തീരാൻ ഒരാഴ്ചയിൽ കൂടുതൽ സമയമുണ്ട്. ഈ പരോള് കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇനി എനിക്ക് പരോളൊന്നും കിട്ടില്ല. അതിനു മുമ്പേ എന്നെ പറഞ്ഞു വിടും. ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഗംഗപ്രസാദിന്റെ കൂട്ടാളി എന്ന രീതിയിലാണ് എന്നെ ഇപ്പോ പിടിച്ചിട്ടിരിക്കുന്നത്. അധിക നാളൊന്നും ഞാൻ ജയിലിൽ കിടക്കില്ല, ഉടനെ തന്നെ പുറത്തിറങ്ങും. അതിനുശേഷം ഗംഗപ്രസാദിനെ ഇല്ലാതാക്കാൻ നോക്കിയ എല്ലാവരെയും ഞാൻ കൊല്ലും. എന്നിട്ട് ഞാനും മരണത്തിലേക്ക് തന്നെ പോകും. എന്തായാലും ആ CAക്ക് വേണ്ട തെളിവുകളൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കണം. അത് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റില്ല സ്റ്റെഫി. ഞങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിന്റെ കയ്യിലേക്ക് തരാം, നീ കൊടുത്താൽ മതി. ശരി എന്ന് പറയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കണത് ആ CA കിരണിന്റെ കല്യാണിന്റെ വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പൊ അയാൾ എത്തുമ്പോ തന്നെ കല്യാണി കിരണിനോട് പറഞ്ഞിട്ട്, കിരണേട്ടാ ഇയാള് വീണ്ടും വന്നല്ലോ. കല്യാണി ദേ നീ പകർച്ചയൊന്നും കാണിക്കരുത് കേട്ടോ. അയാൾ എന്തിനു ചോദിക്കുകയാണെങ്കിൽ കൂളായിട്ട് തന്നെ മറുപടി പറയണം. നമ്മുടെ മുഖത്ത് നിന്ന് അയാൾ പലതും വായിച്ചെടുക്കും. ശരി എന്ന് കല്യാണി പറയാണ്. അങ്ങനെ CA അകത്തേക്ക് വരുന്നുണ്ട്. ഹലോ കിരണേ, സോറി, ഒരിക്കൽ കൂടി ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? എന്ത് കുഴപ്പം സർ? സാർ ഇരിക്കൂ എന്ന് പറയാണ്. അങ്ങനെ CA ഇരിക്കുന്നുണ്ട്. എന്നിട്ട് കിരണിനോട് പറയുന്നുണ്ട്, കിരണേ, അത് ഗംഗപ്രസാദ് അന്ന് ആ ദിവസം ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടുണ്ട്. അവൻ വന്നത് ഒരു ആംബുലൻസ് വഴിയാണ്. ഞങ്ങൾക്ക് തെളിവുകളും അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടി എന്ന് പറയുമ്പോഴേക്കും കിരൺ കല്യാണിനെ ഒന്ന് പതുക്കെ നോക്കുന്നുണ്ട്. കല്യാണി ആകെ വെപ്രാളം പിടിച്ചിരിക്കുക കേട്ടോ. പോലീസ് കല്യാണി ചോദിക്കണ്ട്, അല്ല കല്യാണി എന്താ ആകെ വല്ലാത്തൊരു വെപ്രാളം പോലെ, കല്യാണിക്ക് എന്തൊരു ടെൻഷൻ പോലെ തോന്നുന്നുണ്ടല്ലോ, എന്തു പറ്റി കല്യാണി? അപ്പോ കിരൺ പറയണ്ടേ, സാറേ ഇവൾക്ക് പോലീസുകാരെ പേടിയാണ് കേട്ടോ. അങ്ങനെയാണോ? ചില ആൾക്കാർക്ക് ഞങ്ങളെ കണ്ട പേടിയാണ്. അതെന്താന്ന് എനിക്കറിയില്ല. ഞങ്ങളും നിങ്ങളെപ്പോഴും മനുഷ്യർ തന്നെയാണ്. കാര്യങ്ങൾ പറഞ്ഞ എല്ലാം മനസ്സിലാവുന്ന ഒരു മനുഷ്യൻ. ചില പോലീസുകാരൊക്കെ കുറച്ച് പരിക്കൻ സ്വഭാവക്കാരുണ്ട്. അവര് കാരണം ഞങ്ങൾക്ക് കൂടിയിട്ടാണ് ചീത്ത പേര്. ഇവർ ഞങ്ങളെ പോലുള്ളവരെ കാണുമ്പോഴും ആൾക്കാർക്ക് പേടിയാണ്. അത് ഇവക്ക് മുമ്പോട്ട് അങ്ങനെ ആയതുകൊണ്ടാണ് സർ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് അവന്റെ പഴയ ശൈലി ഉണ്ടല്ലോ. അവൾക്ക് ഇവൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവളെ മൂക്കടിച്ച് പരുത്തിയിട്ട് ഫോൺ അടിച്ചു മാറ്റുക, വണ്ടി അടിച്ചു മാറ്റുക, അത് തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഒരു ആംബുലൻസ് ഡ്രൈവറിന്റെ മൂക്കടിച്ചു പരുത്തി അയാളെ പുറകിൽ പിന്നിൽ കെട്ടിയിട്ടിട്ടാണ് അവൻ ആ ആംബുലൻസ് ആയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് വന്നത്. അവൻ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നത് CCTV ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. കിരണെ, നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റുമോ? അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ തുറന്നു പറ. ഇല്ല സാറേ, ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ സാറേ. അല്ല, അവൻ ഏറ്റവും കൂടുതൽ കൊല്ലണമെന്ന് ആഗ്രഹിച്ചതേ ഈ അവന്റെ രണ്ടാം അമ്മേനെയും അവന്റെ സ്വന്തം പെങ്ങളെയാണ്. അതുകൊണ്ടാ ചോദിച്ചത്, അവരെങ്ങനെയും ഉപദ്രവിക്കുമെന്ന് പേടിച്ച് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോന്ന്. ഇല്ല സാറേ,
ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് കിരൺ ഉറപ്പിച്ച് പറയാണ്. സിയെ വീണ്ടും എടുത്തു ചോദിക്കുന്നുണ്ട്, അല്ല കിരണെ, അന്ന് ആ കല്യാണത്തിന്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഫോട്ടോസ് എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കാണ്. കിരൺ പതുക്കെ കല്യാണി നോക്കുമ്പോ കല്യാണി ഞെട്ടിയ പോലെ നിൽക്കുവാട്ടോ. എന്താ, കാണിച്ചാൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? കല്യാണി ആ ലാപ്ടോപ്പ് ഒന്ന് എടുത്തിട്ട് വാ. ശരി എന്ന് പറഞ്ഞിട്ട് കല്യാണി ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടി പോവാണ്. ശേഷം ലാപ്ടോപ്പ് എടുത്തോണ്ട് വരുന്നുണ്ട്. കിരണിനോട് ആ സിയെ പറയുന്നുണ്ട്, ആ താലി കിട്ടുന്ന സമയത്തുള്ള സംഭവങ്ങൾ വെച്ചാൽ മതി. അങ്ങനെ താലികെട്ട് വെച്ച് കൊടുക്കുകയാണ്. ദിലീപ് കാർത്തികയുടെ കഴുത്തിൽ താലി കിട്ടുന്നത് നമ്മുടെ സിയെ നോക്കി കാണുവാട്ടോ. ശേഷം പറയുന്നുണ്ട്, ശരി ഇനി ഓഫ് ചെയ്തോളൂ എന്ന് പറയാണ്. അങ്ങനെ ഓഫ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സിയെ പറയുന്നുണ്ട്, ഈ ഗംഗപ്രസാദിന് ശരിക്കും പറഞ്ഞാല് ഏറ്റവും എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സംശയിക്കുന്നത് തന്നെയാണല്ലോ കിരണെ. അല്ല, ഇത് പറഞ്ഞ സ്റ്റെഫി ആട്ടോ. സ്റ്റെഫിക്ക് ഏറ്റവും കൂടുതൽ സംശയം തന്നെയാണ്. അത് വേറൊന്നല്ല സർ, 2 പ്രാവശ്യം അവരുടെ കയ്യിൽ പെട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അതെന്തായാലും ആവട്ടെ, ഈ കല്യാണ സമയത്ത് തന്നെ അവിടെ കാണുന്നില്ലല്ലോ. തന്നെ മാത്രല്ല ബാക്കി 2 പേരെയും കാണുന്നില്ല. അതെന്താടോ, നിങ്ങൾ ആ സമയത്ത് എവിടെ പോയി? സാറേ, അത് ഗംഗപ്രസാദ് എങ്ങനെ വരുമെന്ന് പേടിച്ച് ഞങ്ങള് മുൻപിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമായിരുന്നു സാർ. പിന്നെ റോഡിന്റെ ഭാഗത്തൊക്കെ പോയായിരുന്നു. ഓ അങ്ങനെയല്ലേ. അല്ല, ഈ കല്യാണം വളരെ രഹസ്യമായിട്ടല്ലേ നടത്തിയത്. പിന്നെ ഗംഗപ്രസാദ് വരുമെന്ന് നിങ്ങൾ ഇതിനെ പേടിക്കുന്നത്? അപ്പോ കല്യാണി പറയുന്നുണ്ട്, സാറേ അവരെല്ലാം മണത്തറിയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അങ്ങനെ എങ്ങാനും വന്നോന്ന് പേടിച്ചിട്ടാണ്. ഓ ശരി ശരി ആയിക്കോട്ടെ. അല്ല, ഈ പെൺഡ്രൈവിന്റെ ഒരു കോപ്പി എനിക്ക് തരാവോ? കിരൺ ഒന്ന് കുറച്ചുകൂടി മിണ്ടാതിരിക്കുന്നുണ്ട്. അതിന് തരാലോ, അല്ലെങ്കിൽ വേണ്ട, ആ പെൺഡ്രൈവ് തരാവോ? ഞാന് കോൺസ്റ്റബിളിനെ വേണ്ടിട്ട് കോപ്പി എടുത്തിട്ട് തിരിച്ചുതരാം. അപ്പോ അത് കാണുമ്പോ കിരൺ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ കേട്ടോ. എന്താ, ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ടട്ടോ. അയ്യോ അതെന്ത് ബുദ്ധിമുട്ടാ സർ? കല്യാണി ആ പെൺഡ്രൈവ് എടുക്ക് എന്ന് പറയുമ്പോ കല്യാണി ആ പെൺഡ്രൈവ് എടുക്കാണ്. അത് ആ സിയക്ക് കൊടുക്കുന്നുണ്ട്. സിയ പെൺഡ്രൈവ് പോക്കറ്റിലേക്ക് ഇടാണ്. എന്തായാലും നന്ദിയുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കിരണിനായി കേസ് അന്വേഷണം കഴിഞ്ഞാലും കാണേണ്ടി വരും. ഞാൻ കിരണിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അന്വേഷിച്ചു. നല്ല ചെറുപ്പക്കാരനാണെന്ന് എല്ലാവരും പറയണത്. ഇവിടുത്തെ നല്ല കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നിങ്ങൾ ചെയ്തതാണ്. വർഷത്തെക്കാളും നല്ല മേന്മയുള്ള വീടാ നിങ്ങൾ പണിയണതല്ലേ. എനിക്ക് ഇവിടെ നെയ്യാറ്റിൻകര സ്ഥലമുണ്ട് കേട്ടോ. ഈ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അന്ന് ഞാൻ തീർച്ചയായിട്ടും കിരണിനെ തന്നെ കോൺടാക്ട് ചെയ്യാം. ഓ ആയിക്കോട്ടെ സർ, എന്നാ ശരി, പോയിട്ട് പിന്നീട് കാണാം എന്ന് പറഞ്ഞിട്ട് ആ സിയെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ്. ആ സമയത്ത് കല്യാണി കിരണം ആകെ പിന്നെ എട്ടി നിക്കാട്ടോ. കല്യാണി എടുത്ത് കിരൺ പറയണ്ട്, കല്യാണി നീ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചു പോയി നിക്കല്ലേ. ആ സിയക്ക് നല്ല സംശയമുണ്ട്, നിന്റെ മുഖത്ത് നല്ല പകർച്ചയുണ്ട്. അത് കിരണേട്ടാ അയാളുടെ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോ വെറുതെ ഇരിക്കുക എന്ന് പറയാണ്. സിയെ ജീപ്പിൽ കയറണ മുമ്പ് കിരണിനെയും കല്യാണിനെയും നോക്കാണ്. അവരുടെ ടാറ്റ കാണിക്കണ്ട്. സിയെ ടാറ്റ കാണിച്ചിട്ട് അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം സിയെ നേരെ റോഡിലൂടെ പോകുമ്പോ സ്റ്റെഫിനെ കാണാണ് റോഡ് സൈഡ്. സ്റ്റെഫിനെ കാണുമ്പോ സിയെ വണ്ടി നിർത്തി സ്റ്റെഫിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. സ്റ്റെഫി അപ്പോ സർ എന്തായി സർ കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ സിയെ പറയുന്നുണ്ട്. അത് ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തണോടി. എന്റെ ഒരുമാതിരി മേലുദ്യോഗസ്ഥൻ ചോദിക്കുന്ന പോലെയാണല്ലോ നീ ചോദിക്കണത്. നിനക്കിന് പരോള എത്ര ദിവസമുണ്ട്? സർ ഒരു 10 ദിവസത്തിൽ കൂടുതലുണ്ട് സർ. അതിനുള്ളിൽ എന്തെങ്കിലും അറിയാൻ പറ്റുമോ സർ? കൊള്ളാം. എന്റെ മേലുദ്യോഗസ്ഥന്മാര് പറയാറുണ്ട് ഒരാഴ്ചക്കുള്ളിൽ കേസ് അന്വേഷിക്കണം, 10 ദിവസത്തിനുള്ളിൽ കേസ് അന്വേഷിക്കണമെന്ന്. അതുപോലെ നീ എന്നോട് ആവശ്യപ്പെടുവാണോടി? എന്തിനുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചോളാം, നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല എന്ന് പറയാണ്. അതല്ല സർ, ഗംഗ ഒരു കുറ്റവാളി ആയതുകൊണ്ട് ആർക്കും ഈ കേസ് അന്വേഷിക്കാനൊന്നും താല്പര്യം ഉണ്ടാവാറില്ലല്ലോ. അതെ, എന്നോട് പലരും ചോദിച്ചു, എന്റെ മേലുദ്യോഗസ്ഥന്മാർ വരെ ചോദിച്ചു എന്തിനാണോ ഈ കേസിന് പിന്നാലെ പോണെന്ന്. പക്ഷെ എനിക്കൊരു പരാതി കിട്ടാൻ അതിൽ കഴമ്പുണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കും, അത്ര തന്നെ. സർ ഞാൻ പറഞ്ഞല്ലോ, ഈ കിരൺ എന്ന് പറഞ്ഞവനെയാ എനിക്ക് സംശയം. കിരൺ എങ്ങനെയാ? കിരണിനെ കുറിച്ച് ആ ഗംഗ എന്തിനും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് സർ. ഗംഗ എപ്പോഴും പറയും കിരൺ എന്ന് പറഞ്ഞാൽ അവന് പറ്റിയ എതിരാളിയാണെന്ന്. അപ്പോഴേക്കും സി ഒന്ന് ചേച്ചിട്ട് പറഞ്ഞിട്ട്, ആർക്ക്? ഗംഗക്കോ? ഇനി അതിനെ ഗംഗക്ക് നേരെ ചൊവ്വ വെളിച്ചത്തോടെ ആർക്കെയും മുമ്പിൽ വരാൻ കഴിയോടി? പക്ഷെ കിരൺ അങ്ങനെയല്ല, നല്ലൊരു ചെറുപ്പക്കാരനാ, നല്ല ആണത്തുള്ള ചെറുപ്പക്കാരൻ. നിന്റെ ഗംഗേനെ പോലെയൊന്നും അല്ല. ഗംഗക്ക് കിരണിന്റെ മുമ്പിൽ നെളിഞ്ഞിരിക്കാനുള്ള ഒരു യോഗ്യത പോലും ഇല്ല. ഗംഗക്ക് പറ്റിയൊരു എതിരാളിയൊന്നും അല്ല കിരൺ. സത്യം പറഞ്ഞ കിരണിനെ പറ്റിയ എതിരാളിയേ അല്ല ഗംഗ. ഗംഗേനെ കൊണ്ട് എന്തിനെ കൊള്ളാടി? ബാക്കിൽ കൂടി വന്നും ഇരുട്ടി കൂടി വന്നും ഓരോരുത്തരെ കൊല്ലാനും മറിക്കാനല്ലാതെ അവൻ എന്ത് കഴിവുണ്ട്? മുമ്പിൽ കൂടി വന്നിട്ട് എന്തിനു ചെയ്യാനുള്ള കഴിവുണ്ടോ അവന് എന്ന് പറയാണ്. നീ പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞയക്കാണ്. അപ്പൊ സ്റ്റെഫിങ്ങനെ മനസ്സിൽ വിചാരിക്കണോ, ഗംഗ ആരാണെന്ന് താൻ അറിയോടോ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നില്ല കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.